അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രസംഗം നടത്താനുള്ളൊരു സന്ദർഭമല്ല. നമ്മളിവിടെ വിറ്റ്നസ് ചെയ്യുന്നത്, നമ്മളിവിടെ കാണുന്നത് ഒരു നാടുവിട്ട മലയാളിയുടെ എക്സിസ്റ്റൻഷ്യൽ സമസ്യകളാണ്. അത് ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ് ആ പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കുന്നത്. ഇവിടെ മലയാളം മിഷന്റെ പ്രവർത്തനവുമായിട്ടാണ് നമ്മളിപ്പോൾ ഔപചാരികമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നത്. It was 1 year ago that Malayalam Mission was launched. And I was happy that I was instrumental in taking Raji to the Malayalam Mission and introducing them to them. And they're giving a Malayalam chapter in California. അതെല്ലാം നല്ല നേട്ടങ്ങളാണ്. അതിനു മുമ്പില്ലാതിരുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് മലയാളം മിഷന്റെ ക്ലാസ്സുകളുണ്ടായി. You may not have achieved great things by this class. At the same time, the fact that we have the Malayalam Mission unit here, which gives us a platform to talk about Malayalam, the need to teach, all these things, that itself is an achievement. അങ്ങനെ ഒരു ഫോറം ഉണ്ടായി എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ മലയാളം പഠിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല. ബിക്കോസ് എവറിബഡി ഈസ് ബിസി വിത്ത് ദെയർ ഓൺ ലൈഫ്സ്. യു ഡോണ്ട് ഹാവ് ടു കമ്പൽസറിലി ടോക്ക് അബൌട്ട് മലയാളം ഓർ ടോക്ക് അബൌട്ട് ദ നീഡ് ഫോർ മലയാളം എന്നുള്ളത്. സോ അങ്ങനെ ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് പഠിത്തം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും the very fact that there is a Malayalam mission gives us an opportunity to think. അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നടന്ന ഈ ചർച്ചകളിൽ ഒക്കെ തന്നെ the discussion has grown from very severe, as they said, from severe to very greatly philosophical subjects. Retirement is a philosophical subject. It's an existential subject. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പ്രവാസി മലയാളിയുടെ ആത്യന്തികമായിട്ടുള്ള അസ്തിത്വബോധത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ വാസ്തവത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. Where do you belong? എന്തിനാണ് മലയാളം പഠിക്കുന്നത്? പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇപ്പോൾ കുട്ടികളുടെ ജിക്സ് ഓപ്പസിലായിട്ട് ജില്ലകളൊക്കെ ഒത്തുവെച്ചു. അത് ഷേപ്പ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരു ഇല്ല ഉറപ്പാണ്. ജിക്സ് ഓപ്പസിൽ ഗെയിം, that's okay, but still at least people know that കണ്ണൂർ എന്ന് പറയുന്നത് ആനയല്ല എന്ന്, പത്തനംതിട്ട എന്ന് പറയുന്ന പൂച്ചയുടെ പേരല്ല എന്നൊക്കെ മനസ്സിലായില്ലേ? ഡിസ്ട്രിക്ട്സ് ഇൻ കേരള എന്നെങ്കിലും മനസ്സിലാക്കിയത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇക്സോപ്പസിലൂടെ ആണെങ്കിൽ യു ഹാവ് ക്രിയേറ്റഡ് കേരള 14 districts of Kerala. What is important is മലയാളം പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം. നിർബന്ധിച്ച് മലയാളം പഠിപ്പിക്കുന്നതുകൊണ്ട് കാര്യവുമില്ല. മലയാളത്തിനാണ് ഈ കുട്ടികളെ ഇവിടെ പഠിക്കുന്നത്, യാതൊരു കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ we have to look beyond the practical compulsions of learning മലയാളം. പ്രാക്ടിക്കലി ഞാൻ ഈ പഠിച്ചുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്ന ചോദ്യത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ മലയാളം പഠിത്തത്തിലൊക്കെ അർത്ഥവും സാങ്കത്യവും ഒക്കെ നമുക്ക് മനസ്സിലാകൂ എന്നെനിക്ക് തോന്നുന്നു. ബിഫോർ ആ സ്ട്രീം ഓഫ് തോട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് I may come back to a larger subject related to your retirement. റിട്ടയർമെന്റിനെ പറ്റി ഉണ്ടായ ചോദ്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. Nobody can force people to come and settle down in Kerala. It's all individual decisions. If you feel comfortable here, by all means be here. If you feel uncomfortable here, by all means go back. I mean, these are all individual decisions. And nobody can guarantee that you will be 100% comfortable in Kerala or you will be 100% comfortable in California. These are all individual decisions with controlled by so many variables. Our comfort level and sense of accomplishment. All these things are related to so many variables. It varies from person to person, family to family. നമുക്കൊരു ഫുൾ പ്രൂഫായിട്ട് ഇവിടെ ഇത്ര കാലം ജോലി ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്ന് കേരളത്തിൽ സെറ്റിൽ ചെയ്തോളണം, അതാണ് സന്തോഷത്തിലേക്കും പർദീസയിലേക്കുള്ള വഴിയൊന്നും ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ സാധ്യമല്ല. These are all individual decisions. So I will not blame anybody who decides to settle here, or I will not compliment somebody who decides to come and settle in Kerala. These are all individual decisions. അതൊന്നുമല്ല പ്രധാനം. ഇവിടെ ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട അഭിപ്രായം എന്താണ്? രാജി പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ കുഞ്ഞമ്മ മരിച്ചു, ഈ വലിയ ഇവിടെ ആരുമില്ല, അതുകൊണ്ട്
അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ട് എനിക്ക് പോകുന്നതായിരിക്കുന്നു. I think that is where my difference of opinion comes in. Do you, your relationship with your native place, is it only equivalent to your relationship with your mother or your parents? അത് മാത്രമാണോ that equation? Once that equation is reduced to only relationship with my parents, my brother, my siblings, then of course, നിങ്ങൾ എവിടെ താമസിച്ചാലും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. Do you have any compulsion to love your land beyond the pull of your parents? Parents ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? Unfortunately, no. That is why Malayalam classes become a liability. Malayalam classes become an imposed thing because beyond your parents, beyond your loved ones, the land, that place doesn't exist. That cultural landscape doesn't exist in our minds. അതാണ് വിഷയം. അതുകൊണ്ട് അമ്മ മരിച്ചു പോയാൽ പിന്നെ എനിക്ക് നാട്ടിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് നാടും നമ്മളുമായിട്ടുള്ള ബന്ധം ഈസ് എ ഹൈലി സെൽഫിഷ് എന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു നാരോ ബ്രോഡ് ബാൻഡ്വിഡ്ത്തിലുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഈ നാരോ ബാൻഡ്വിഡ്ത്തിൽ നിന്ന് ഒരു ബ്രോഡ് ബാൻഡ്വിഡ്ത്തിലേക്ക് കടക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ മലയാളം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ തന്നെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ യു ഹാവ് ടു ലവ് യുവർ ലാൻഡ് ബിയോണ്ട് യുവർ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഫാമിലി ഇക്വേഷൻസിനപ്പുറത്തേക്ക്. ഐ ബിലോങ് ടു ദിസ് പ്ലേസ്, ഐ ബിലോങ് ടു ദിസ് കൾച്ചർ, ദിസ് ലാംഗ്വേജ് ഇസ് മൈൻ, ദിസ് പോയട്രി ഇസ് മൈൻ, ദിസ് കൾച്ചർ ഇസ് മൈൻ എന്നൊരു പ്രൈഡ് വരാത്തിടത്തോളം കാലം നാട്ടിൽ പോകണമോ ഇവിടെ വേണമോ വെരി പ്യുവർലി പേഴ്സണൽ പ്രാക്ടിക്കൽ ഡിസിഷൻസ്. There is no harm in that. Problem is this, അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമില്ല. ആ ബന്ധം ഇല്ലാതായത് ആരുടെയും കുറ്റമല്ല. Because people are uprooted from there, they come here, struggle to live here, and you live. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം പോകും. Somebody said you are only 20. In a few minutes, in cosmic scale, you will be 70. Don't worry. You are also very young people, bright and sprightly as you a few years ago. അതുകൊണ്ട് സമയം ടക്കാൻ നമ്മൾ പോകും കേട്ടോ. അതുകൊണ്ട് അതല്ല, ഇവിടെ വന്നു സ്ട്രഗിൾ ചെയ്തു, നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചറൽ വാല്യൂവില് അങ്ങ് ചേർന്നു. We also live like others, make money, physical quality of life is very good, safety index is very high, everything is very fine. The state takes care of many things, the state assures you of so many things. That way the physical quality of life is very good. But if life is all about physical quality, by all means do not go out of California. But life is also something more than physical quality. അവിടെ ഉള്ളൂ എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസം. ലൈഫ് ഈസ് നോട്ട് ദി ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ വീടിന്റെ സൈസ് കൊണ്ടോ ഇവിടുത്തെ സുരക്ഷിതത്വം കൊണ്ടോ നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷത്തിലോ ഫ്രഷ്നസ് കൊണ്ടോ നമ്മളെ ടാപ്പ് വെള്ളം എടുത്ത് കുടിക്കാൻ സാധിക്കുന്നതോ ദീസ് ആർ ഓൾ ഗ്രേറ്റ് തിങ്സ്. നോ ഡൗട്ട് നമ്മുടെ നാട്ടിലൊന്നും സാധ്യമല്ല. അറ്റ്മോസ്ഫിയർ ഈസ് ഫൗൾ, യുവർ വാട്ടർ ഈസ് ബാഡ്, എവറിത്തിങ് ഈസ് ബാഡ്. ബട്ട് ബിയോണ്ട് ഓൾ ദീസ് നെഗറ്റീവ് പോയിന്റ്സ് there is something which should എനിക്ക് പറയാൻ പറ്റും, which should endure you to your place of belonging. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും പോയാൽ പിന്നെ എനിക്ക് അവിടെ എന്താണ്. ഈ അച്ഛനും അമ്മയും വരുന്നതിന് മുൻപ് അവരുടെ ഒരു അച്ഛനും അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ അച്ഛനും അമ്മയ്ക്ക് മുമ്പ് ഒരു അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. നമ്മളെന്ന് പറയുന്ന ജന്മം, നമ്മുടെ ജന്മം, അവർ ലൈഫ് ഈസ് എ ലിങ്ക്, ഒരു കണ്ണിയാണത്. എത്രയോ ജന്മാന്തരങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ ജീവിച്ച ആളുകളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു കന്നി മാത്രമാണ് നമുക്ക് ശേഷമുള്ള കന്യകൾ may not be there somewhere else. പക്ഷേ we have inherited so much from that place. ആ രാജ്യത്തിൽ നിന്ന്, ആ സംസ്കാരത്തിൽ നിന്ന്, ആ ഭാഷയിൽ നിന്ന്, അവിടുത്തെ മണ്ണിൽ നിന്ന്, അവിടുത്തെ കൃഷിയിൽ നിന്ന്, അവിടുത്തെ കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ. അതും കൂടെ ചേർന്നതാണ് നമ്മൾ. ആ കൾച്ചർ, ആ കാലാവസ്ഥ, ആ ഭൂമിശാസ്ത്രം, ചരിത്രം, പൊളിറ്റിക്സ്, അവിടെ ജീവിച്ച മനുഷ്യരുടെ സുഖദുഃഖങ്ങൾ, ഇതെല്ലാം അതും കൂടി നമ്മുടേതാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് യു ഫീൽ എ പ്രൈഡ്, എ സെൻസ് ഓഫ് പ്രൈഡ് ദാറ്റ് മൈ ട്രഡീഷൻ, എൻ്റെ പാരമ്പര്യം, എൻ്റെ പൂർവികരുടെ ജീവിതം, നമ്മൾ നർച്ചർ ചെയ്തെടുത്ത ചില കൾച്ചറൽ വാല്യൂസ്, ചില പേഴ്സണൽ വാല്യൂസ്, ചില മൂല്യങ്ങൾ വിച്ച് by American standards may not be മൂല്യങ്ങൾ at all, but then we value it much more than something else. അതൊക്കെ എല്ലാം കൂടെ ചേർന്നതാണ്. ഇപ്പോൾ human life is not the sum total of the physical achievements and accomplishments that you make. Human life is also about the non-physical accomplishments. നമുക്ക് കാണാത്ത
ടാഞ്ചിബിൾ അല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളും സ്നേഹങ്ങളും ബോധ്യങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് മനുഷ്യ ജീവിതം. അത് നമ്മൾ ബിലോങ് ചെയ്യും, നമ്മൾ ബന്ധപ്പെടുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ല എങ്കിൽ we are actually hollow. We are actually hollow. We live only in the physical plane. അമേരിക്കൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും it reiterates the physical dimension of life. Physical quality of life, comfort, everything. എല്ലാം ബിയോണ്ട് ദ ഫിസിക്കൽ നേച്ചർ. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ നേച്ചറിന് അപ്പുറത്തേക്കുള്ള സ്നേഹബന്ധങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഒക്കെയാണ്. അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ ചിലത് പറയാം, അതായിക്കോട്ടെ, അതൊക്കെ ഡിസ്കൗണ്ട്. പക്ഷേ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പോലും വാല്യൂ സിസ്റ്റം ഉണ്ടാകും. ഇപ്പൊ പൂർവികർക്ക് നമ്മൾ എന്താണ് ഈ കർക്കിടകവാവിൽ നിന്ന് പിന്നെ ബലിയിടുന്നത്, മരിച്ചു പോയി പോയി, ഇനി അവിടെ ബാക്കിയൊന്നുമില്ല നമുക്ക് അറിയാം. പക്ഷെ വി ബിലീവ് that there is some life force somewhere, maybe. എൻ്റെ അച്ഛനായിട്ട് എവിടെയോ ഒരു ചൈതന്യം ഉണ്ടാകും. I invoke that or I pay my homage to that എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം we have no proof that somebody exists after death. പക്ഷേ it is in our own interest to pay my gratitude to my father who gave me birth, who nurtured me and who gave me life. അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തിന് ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഐ ഷുഡ് പേ ഹോമേജ് എന്ന് വിചാരിച്ചിരിക്കുന്ന അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം, പക്ഷേ അതൊരു വാല്യൂ ആണ്. ഇറ്റ്സ് എ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു മനുഷ്യന്റെ കൾച്ചർ എന്ന് പറയുന്നത്. അമേരിക്കൻ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ബിലോങ് ടു ദാറ്റ് കൾച്ചർ. നിങ്ങളുടെ ദുരന്തം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ അമേരിക്കക്കാരുടെ കൾച്ചർ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ സാധ്യമല്ല. They have a different kind of value system and different culture. നമ്മൾ അവിടെ നിന്ന് പോകുന്നു, അത് കളഞ്ഞിട്ട് വന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത ഒരു ഉഭയജീവികളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻസൾട്ട്. പക്ഷേ ഇറ്റ്സ് ഓൺലി എ റിമൈൻഡർ ദാറ്റ് ടൈം ടു കറക്റ്റ് ആൻഡ് റീലിങ്ക് ടു ദി കൾച്ചറൽ റിച്ച്നെസ് ഓർ ദി കൾച്ചറൽ സോഴ്സ് ഓഫ് യുവർ ലൈഫ്. അതിന് ജാതി മതമൊന്നും ഞാൻ പറയല്ല, ജാതി മതം ഒക്കെ പറ്റില്ല. ഇറ്റ്സ് എ കൾച്ചർ. നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിശ്വാസ സംഹിതയും നമ്മുടെ ചില മണ്ടത്തരങ്ങൾ എന്നൊക്കെ തന്നെ പറയാം ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ജീവിതത്തിന്റെ ഒരു സൗകര്യമാണ് നമ്മളാക്കുന്നത്, അത് മലയാളിയാക്കുന്നത്. നമുക്ക് ഒരിക്കലും തമിഴിനാവാൻ പറ്റില്ല, നമുക്കൊരു തെലുങ്കനാവാൻ സാധ്യമല്ല. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ദെയർ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതമേ അറിയാവുള്ളൂ, അത് മറക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മലയാളം പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലെങ്കിലും കൊള്ളാം, പക്ഷെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് and appreciate the value of a culture that you have left behind and try to connect to it as much as possible. അത് വലിയ സെന്റിമെന്റൽ കമ്പൽഷൻ ആയിട്ടൊന്നുമല്ല, ആസ് എ മാറ്റർ ഓഫ് വാലിഡേഷൻ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ഒരു വാലിഡേഷനാണ്. നിങ്ങൾ ആ ഒരു കൾച്ചർ ഇല്ലാത്തവരല്ല. ഞാൻ പറഞ്ഞില്ല, നാഗാലാൻഡിന്റെ സംസ്കാരം നമുക്ക് അറിഞ്ഞുകൂടാം. നാഗാലാൻഡ് ഫെലോ വിൽ നോ ഇറ്റ് ആൻഡ് ഹി അഡോർസ് ഇറ്റ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നമ്മളാക്കുന്ന ഒരു റിസോഴ്സ് ബേസ് അവിടെ ഉണ്ട്. അത് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് തിങ്. അത് നമ്മുടെ പല പല വിശ്വാസത്തിലൂടെ, ആചാരങ്ങളിലൂടെ, ഉത്സവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അത് മുഴുവനായിട്ട് വിടാതിരിക്കുക, അതറിയാൻ വേണ്ട അത്രയും മലയാളമൊക്കെ മനസ്സിലാക്കുക. അവിടെ വലിയൊരു സാഹിത്യവും സംസ്കാരവും ഒക്കെ ഉള്ള ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഐ ആം ഓൾസോ റിച്ച് ബിക്കോസ് ഐ ബിലോങ് ടു ദാറ്റ് കൾച്ചർ. അല്ലാതെ ഞാനൊരു കൾച്ചറലി അപ്രൂവ്ഡ് വിലവല്ല, എനിക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് തോന്നേണ്ട കാര്യമില്ല. സോ ദ നീഡ് ടു റീകണക്ട്, അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. മലയാളം മിഷനൊക്കെ അതിനൊരു ഓർമ്മക്കുറിപ്പ് മാത്രം. നമ്മളിപ്പോൾ ഓണം ആഘോഷിച്ചാലും വിഷു ആഘോഷിച്ചാലും എന്ത് ആഘോഷിച്ചാലും ശരി, അതിൻ്റെ റിലീജിയസ് ഫെർവർ അല്ല അതിനകത്ത് കാര്യം. ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഫൗണ്ടൻ ഓഫ് അവർ കൾച്ചർ വിച്ച് മേക്സ് us മലയാളീസ്. അങ്ങനെയുള്ള ചില മൂഢതരങ്ങളൊക്കെ നമുക്ക് വേണം, എങ്കിലേ മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ട്. എല്ലാ റാഷണാലിറ്റി കൊണ്ട് നമുക്ക് അളക്കാൻ സാധ്യമല്ല. മാസ്റ്റർ അവിടെ ഇരിക്കുന്നത് റാഷണാലിറ്റിയുടെ ആളാണ്. പക്ഷെ what gives beauty is something which cannot be understood by rationality alone. Beauty എന്ന് പറയുന്നത് റാഷണാലിറ്റി ബ്യൂട്ടിയുടെ വലിയ ബന്ധമില്ല. There are certain things which are mysterious. Leave it like that. If that adds beauty and enchantment to your life, അത് നമ്മുടെ ഒരു കൾച്ചറൽ വാല്യൂസിലുണ്ട്. Try to reconnect with it and to that extent live as Malayalis in your mind. അതുകൊണ്ട് നിങ്ങളിവിടെ എന്താണ് പുറമേയും ചുറ്റി നടക്കണമെന്ന് ഞാൻ പറയുന്നത്. യു ഡ്രസ് ആസ് മച്ച് as American as you can. അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ല.
വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് മെൻ്റലി നമുക്കൊരു പ്രദേശമുണ്ട്, നമുക്കൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഭൂമികയുണ്ട്. ഞാൻ അവിടെ നിന്നും കൂടെ വരുന്ന ആളാണെന്ന് വിചാരിക്കുമ്പോൾ യു ഫീൽ റൂട്ടഡ്, യു ഫീൽ ദാറ്റ് യു ഹാവ് എ കണ്ടന്റ്. അല്ലെങ്കിൽ നമ്മൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തതുപോലെ കുറച്ച് കഴിയും. അമേരിക്കൻ സൊസൈറ്റി ഇസ് നെവർ ഗോയിങ് ടു ഇംബൈബ് യു, ദേ ആർ നെവർ ഗോയിങ് ടു മേക്ക് യു എൻ അമേരിക്കൻ. അവർക്ക് സാധ്യവുമല്ല. യു ക്യാൻ നെവർ ബി ലൈക്ക് എ നേറ്റീവ് അമേരിക്കൻ അറ്റ് ഓൾ. നിങ്ങൾക്കിപ്പോൾ ഡോക്ടർ വന്ന് നിങ്ങൾക്ക് മലയാളി ആവാനും സാധ്യമല്ല, അത് മറ്റൊരു കാര്യം. ബിക്കോസ് നിങ്ങൾ അമേരിക്കക്കാരനായിട്ടാണ് അവിടെ വരുന്നത്. പക്ഷേ ഈ ഒരു ഐ തിങ്ക് ദിസ് ഈസ് എ കോൺഫ്ലിക്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദി NRIs, particularly America, which is geographically very distant from India. പക്ഷെ നമുക്കത് സാധിക്കും. അതിനുള്ള ഓർമ്മക്കുറിപ്പുകളാണിത്. ന്യൂ ടെക്നോളജി ഗിവ്സ് യു മച്ച് ബെറ്റർ ആക്സസ് ടു വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ കേരള. അപ്പോൾ ഈ പത്തനംതിട്ട എന്ന് ഇടുക്കിയെന്നൊക്കെ ഉള്ളത് ദീസ് ആർ നോട്ട് അബ്സ്ട്രാക്ട് ജിഗ്സോ പസിലിൻ്റെ പീസസ് മാത്രമല്ല എന്നും അവിടെ നമ്മുടെ ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് വിഭവങ്ങളുള്ള, ഒരുപാട് സംസ്കാരങ്ങളുള്ള ഓരോ ഭൂമികകളാണിത് എന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെയൊക്കെ സമീപിക്കാൻ. ട്രിവിയ എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ സമീപിക്കേണ്ടത് എന്നും കൂടി ബൈ വേ ഓഫ് കറക്ഷൻ ഐ വുഡ് ലൈക്ക് ടു സേ ദീസ് ആർ നോട്ട് ട്രിവിയൽ തിങ്സ്. ബിക്കോസ് ഒരു കണ്ണൂരിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് യു കാനോട്ട് സേ ദാറ്റ് ഇസ് ട്രിവിയൽ. അത് എത്രയോ സെഞ്ചുറീസ് ആയിട്ടുണ്ടായി വന്നതാണ്. അപ്പോൾ every district is not an abstraction. They are all very concrete cultural units. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു കേരളമേ ഉള്ളൂ, നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു മലയാളമേ ഉള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷനോടുകൂടി try to connect with your culture as much as possible, whenever it is possible and to the extent possible, without compromising your life in America, without compromising the comforts and physical quality. അതെല്ലാം നിങ്ങൾ ആവോളം ആസ്വദിച്ചുകൊള്ളുക. നിങ്ങൾ തിരിച്ചു വരില്ലെങ്കിൽ വേണ്ട, അതും വേണ്ട. പക്ഷെ live like internally there should be a Malayali in you, because that gives us value and validation to your life. അതാണ് എനിക്ക് പറയാനുള്ളത്. I do not want to bore you with a very extended talk. So this is what I had in my mind when I heard all these very important discussions. So നിങ്ങളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ സെറ്റിൽ ചെയ്താലും കൊള്ളാം, ശാസ്ത്രമംഗലത്തിൽ സെറ്റിൽ ചെയ്താലും കൊള്ളാം. It doesn't make any difference. You settle wherever it makes your life comfortable. Thank you very much.